ഹലോ, ഗുഡ് ഈവനിങ് എവരി വൺ. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൻ്റെ ഉത്തരങ്ങൾ ഇന്നാണ് നൽകുന്നത്. മൈക്രോസോഫ്റ്റുമായി ബന്ധപ്പെട്ട 10 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറുകൾ ഇന്ന് നമുക്കിവിടെ ചർച്ച ചെയ്യാം. കഴിഞ്ഞ ദിവസം മൈക്രോസോഫ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ LD ടൈപ്പിസ്റ്റ് പോലെയുള്ള എക്സാമുകൾക്ക് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ 10 ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ ഉത്തരവുമായിട്ടാണ് ഇന്ന് നമുക്കിവിടെ വന്നിരിക്കുന്നത്. ഓരോ ക്വസ്റ്റ്യൻ നമുക്ക് വായിക്കാം, അതിൻ്റെ ശരിയായ ഉത്തരവും നമുക്ക് വായിക്കാം. അപ്പോൾ അത് അടയാളപ്പെടുത്തുക അല്ലെങ്കിൽ എഴുതിയെടുക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു: മിനിമം ഫോണ്ട് സൈസ് ക്യാൻ ബി ഗിവൻ ബൈ ടൈപ്പിംഗ് ഇൻ ദി ഫോണ്ട് ഡയലോഗ് ബോക്സ് ഓർ ടൂൾ ബാർ. Minimum font size can be given by typing in the font dialog box or toolbar. അതിൽ ഓപ്ഷൻ ഡി ആണ് ആൻസർ 1. ഇവിടുത്തെ ആൻസർ 1 ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വിച്ച് വൺ ഈസ് ഹൊറിസോണ്ടൽ അലൈൻമെന്റ്? സെന്റർ, ലെഫ്റ്റ്, റൈറ്റ്, ഇങ്ങനെയായിരുന്നു ഓപ്ഷൻ. ഓൾ ഓഫ് ദീസും ഉണ്ടായിരുന്നു. ഇവിടുത്തെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓൾ ഓഫ് ദീസ് ആണ്. ദെൻ കമ്മിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ ഫോണ്ട് നെയിം? ഫോണ്ട് നെയിം അല്ലാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ഏരിയൽ, അൾജീരിയൻ, ടൈംസ് ന്യൂ റോമൻ, ടോഗിൾ. ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ടോഗിളാണ്. ഫോണ്ട് നെയിം അല്ലാത്തത് ടോഗിളാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഹൗ മെനി റിബൺസ് ആർ ദെയർ ഇൻ MS Word 2007? ഹൗ മെനി റിബൺസ് ആർ ദെയർ ഇൻ MS Word 2007? ഓപ്ഷൻ എ 7 ആണ്. നെക്സ്റ്റ് കമ്മിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ആണ്: ദ ഷോർട്ട് കട്ട് കീ യൂസ്ഡ് ടു സേവ് എ ഡോക്യുമെന്റ്. എ ഷോർട്ട് കട്ട് കീ യൂസ്ഡ് ടു സേവ് എ ഡോക്യുമെന്റ്. ഓപ്ഷൻ ബി ആണ് ഇവിടെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ. Ctrl+A നമുക്ക് അറിയാവുന്നതാണ്, ചിലപ്പോൾ അറിയാതെ വരാം. അത് എഴുതിയെടുക്കുക, പഠിക്കാനായിട്ട് ശ്രമിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു: പ്രസിംഗ് F8 കീ ഫോർ 3 times സെലക്ട്സ് ഡാഷ്. പ്രസിംഗ് F8 കീ ഫോർ 3 times സെലക്ട്സ് ഡാഷ്. ആൻസർ: എ വേർഡ്, എ പാരഗ്രാഫ്, എ സെന്റൻസ്, എൻറ്റയർ ഡോക്യുമെന്റ്. ഇവിടുത്തെ റൈറ്റ് ആൻസർ ഓപ്ഷൻ സി, എ സെന്റൻസ്. Pressing F8 key for 3 times selecting a sentence. Next question: create a large capital letter at the beginning of a paragraph is known as bookmark, watermark, drop cap, hyperlink. ഇവിടുത്തെ റൈറ്റ് ആൻസർ ഓപ്ഷൻ സി, ഡ്രോപ്പ് ക്യാപ്പ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: bookmark option is available in ribbon. Bookmark option is available in dash ribbon, home, insert, view, mailing. The right answer B, insert. Next question: which of the following do you help to change margins of a Word document? Which of the following do you help to change margin of a Word document? Options: standard toolbar, page setup dialog box, tab dialog box, paragraph dialog box. Option B ആണ് റൈറ്റ് ആൻസർ, പേജ് സെറ്റപ്പ് ഡയലോഗ് ബോക്സ്. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ, കഴിഞ്ഞ ദിവസത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു: what is the default number of lines to drop in drop cap? What is the default number of lines to drop in drop cap?
ഓപ്ഷൻസ് 3, 10, 5, 2. Here the right answer is 3. ഈ 10 ക്വസ്റ്റ്യൻസും ഇതിലിപ്പോൾ അറിയാവുന്നതല്ല, അറിഞ്ഞുകൂടാത്തത് കറക്റ്റ് എഴുതിയെടുക്കുക, അത് പഠിക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് പോകാം.